ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2021 നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവരക്കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. നമ്മളിതിനു മുമ്പത്തുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നമ്മുടെ എൻ്റെ സ്ക്രീനിലും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2021 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളതും അതെങ്ങനെ ഉത്തരം എഴുതാന്നുള്ളത് നോക്കാം. 2021 ഈ വർഷത്തിൽ നമുക്ക് 2 ചോദ്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. സ്കോർ ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ ചുവടെ കൊടുക്കുന്നു. 11, 32, 33, 35, 39, 41, 45, 47, 48, 49 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ മീൻ സ്കോർ. മാർക്കുകളുടെ മാധ്യം കാണുക. മാധ്യമാണ് കാണേണ്ടത് കേട്ടോ. ഫൈൻഡ് ദ മീഡിയൻ സ്കോർ. മധ്യമ മാർക്ക് കാണുക. മീന് കാണാൻ നമ്മുടെ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ 6 വർഷത്തിനിടയിലായിട്ട് ആകെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ മീന് കാണാൻ കേട്ടോ. അഥവാ ആവറേജ് കാണാൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ശരിക്കും. ഓക്കെ, നമ്മുടെ കൊറോണ സമയത്ത് വന്നൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മീന് കാണാനുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 2021 കുറേ സിലബസുകൾ വെട്ടിക്കുറച്ചതിന് ശേഷമായിരുന്നു എക്സാം നടത്തിയത്. കാരണം കൊറോണ സമയം 2020 നമ്മുടെ കൊറോണ വരുന്നത്. അതിനുശേഷം 2021 കുറേ സിലബസുകൾ വെട്ടിക്കുറച്ചാണ്ടാണ് നമ്മൾ എക്സാം നടത്തി. 2022 160 മാർക്കിൻ്റെ എക്സാം നടത്തിയിട്ട് അതിൽ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ എഴുതുക. അങ്ങനെയായിരുന്നു 2022 എക്സാം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 11, 32, 33 ഇതിൻ്റെ മാധ്യം കാണണം. മാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ബൈ നമ്പർ ഓഫ് ടേംസ് എന്നാണ്. ഓക്കെ, സം ബൈ നമ്പർ അഥവാ മാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക ബൈ എണ്ണം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും തുക കാണണം. തന്നിട്ടുള്ള നമ്പറുകൾ ഏതൊക്കെയാ? 11, 32, 33, പിന്നെയോ 35, 39, 41, 45. പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ട് എഴുതുക കേട്ടോ. 47, 48, 49. ഇനി എല്ലാം കൂടിയും കൂട്ടുക. 1, 2, 3, 3, 3, 6, 6, 5, 11, 11, 9, 20, 21, 21, 21, 5, 26, 26, 6, 32, 1, 33, 33, 7, 41, 41, 41, 9, 50ക്ക് 0. ശിഷ്ടം എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. 5, 3, 6, 6, 3, 9, 9, 10, 2, 12, 12, 3, 15, 15, 3, 18, 22, 22, 4, 26, 26, 4, 30, 34, 34, 34, 4, 38. സമ്മ് 380 എന്ന് കിട്ടും. എത്ര കിട്ടും? 380 കിട്ടും. ഇനി എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 നമ്പറാണുള്ളത്. അപ്പം 380/10. നോക്കിയാ, ഈ 0 വെട്ടി പോവും. ബാക്കി എത്രയുള്ളത്? 38/1, 38. ഓക്കെ, അപ്പം മീനായി 38. ഇനി മധ്യമം കാണണം. മധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറുകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ അഥവാ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ഇത് അസെൻഡിങ് ഓർഡറിൽ തന്നെ അല്ലേ കിടക്കുന്നത്? നോക്കിയേ, 11, 32, 33, 35, 39, 41, 45, 47, 48, 49. ചെറുതുന്ന വലുതൊക്കെയല്ലേ കിടക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. ഇനി എത്ര നമ്പറാണുള്ളത്? 10 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 നമ്പറാണുള്ളത്. 10 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. അപ്പൊ ഈവൺ നമ്പർ ആയതുകൊണ്ട് തന്നെ മീഡിയൻ എന്ന് പറയുന്നത് 2 ആളുകളുടെ ആവറേജ് ആയിരിക്കും. 10ന്റെ പകുതി 5, അത് കഴിഞ്ഞിട്ടുള്ള ആള് 6. അപ്പൊ 5ാമത്തെയും 6ാമത്തെയും ആളെ എടുക്കണം. എത്രാമത്തെ ആളെ എടുക്കണ്ടേ? 10 നമ്പറാണുള്ളത്. അപ്പൊ 10ന്റെ പകുതി 5, അത് കഴിഞ്ഞിട്ടുള്ള ആള് 6. 5ാമത്തെയും 6ാമത്തെയും ആളെ എടുത്തിട്ട് വേണം ചെയ്യാൻ. 5ാമത്തെ ആൾ ഇവിടുന്ന് കൗണ്ട് ചെയ്ത് 1, 2, 3, 4, 5. 39ഉം 41ഉം ഇതിന്റെ ആവറേജ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്.
ഇനി ഇതിന്റെ ആവറേജ് എങ്ങനെയാണ്? 39ക്ക് 41 കൂട്ടിയിട്ട് അതിന്റെ പകുതി. അല്ലെങ്കിലോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 39 41 2 എത്ര വ്യത്യാസം? 2 ആ വ്യത്യാസത്തിന്റെ പകുതി ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടുക. 39ക്ക് 2ന്റെ പകുതി എത്രയാ? 1. അപ്പൊ 39ക്ക് 1 കൂട്ടിയാൽ എത്രയാ? 40. ഇനി ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 80 കിട്ടും. 9 10ക്ക് 0 ഇഷ്ടം 3 4 3 7 8 80. 80ന്റെ പകുതി എത്രയാ? 40. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ കറക്റ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് ടേബിൾ തന്നിട്ടുള്ള ചോദ്യമാണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ ചിൽഡ്രൻ ഓഫ് ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ സ്കോർ ഇൻ ആൻ എക്സാമിനേഷൻ. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ സ്കോറുകൾ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ചിൽഡ്രൻ ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിംഗ് ഓർഡർ ഓഫ് ദെയർ സ്കോർ ദെൻ വാട്ട് വിൽ ബി ദ അസ്യൂംഡ് സ്കോർ ഓഫ് ദ 14th ചൈൽഡ്. കുട്ടികളുടെ സ്കോറുകളുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ 14ാമത്തെ കുട്ടിയുടെ സ്കോർ സങ്കല്പപ്രകാരം എത്രയാണ്? കമ്പ്യൂട്ട് ദ മീഡിയൻ സ്കോർ, മധ്യമ സ്കോർ കണക്കാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണുക? ഈ 5ന് അതേപോലെ ഇങ്ങോട്ട് ചെയ്ത് 5ലോട്ട് 8 കൂട്ടിയാൽ 13, 13ഉം 10ഉം 23, 23ഉം 10ഉം 33ഉം 3ഉം 36, 36ഉം 9ഉം 45, ടോട്ടൽ 45 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എത്രാമത്തെ ആളാണ് മീഡിയൻ എന്ന് കാണണം. അപ്പൊ 45ക്ക് 1 കൂട്ടുക, 46, അതിന്റെ പകുതി 23. അപ്പൊ 23rd പേഴ്സൺ, 23ാമത്തെ ആളാണ്. 23ാമത്തെ ആളിതാ ഇവിടെ. അപ്പൊ 23ാമത്തെ ആള്. ഇനി ആദ്യം നമ്മൾ പൊതുവ്യത്യാസം കാണണം. ഇവിടെ 10 ആണ് ഡിഫറൻസ്, 10 ആളുകൾ. അപ്പൊ D = 10/10. 10/10 എത്രയാ? 1. ഇനി 14ാമത്തെ ആളെ കാണാനാണ് പറഞ്ഞത്. 14. എങ്ങനെയാ 14ാമത്തെ ആളെ കാണുക? ദാ പൊതുവ്യത്യാസത്തിന്റെ പകുതി ഈ ഫസ്റ്റത്തെ നമ്പർക്ക് കൂട്ടി കൊടുക്കുക. പൊതുവ്യത്യാസം 1, അതിന്റെ പകുതി അര, അത് 20ലോട്ട് കൂട്ടി കൊടുക്കുക. അപ്പോ 20.5, അതാണ് 14ാമത്തെ ആളുടെ സ്കോർ. 20.5, ഇതാണ് 14ാമത്തെ ആളുടെ സ്കോർ. ഇനി 14ാമത്തെ ആളത് കിട്ടി. ഇനി 23ാമത്തെ ആളത് കാണണം. 14ാമത്തെ ആളുടെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 23ക്ക് എത്തുക? 14 കഴിഞ്ഞിട്ടൊന്ന് നോക്കുക. 14 കഴിഞ്ഞ് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമ്മൾ എവിടേക്ക് എത്തുക? 23ക്ക് എത്തുക. അപ്പൊ 14ാമത്തെ ടേമിന്റെ കൂടെ 9 പ്രാവശ്യം D കൂട്ടണം. 14ാമത്തെ ടേം 20.5 + 9 × 1. ഞാൻ പറഞ്ഞു ബോർഡ് മാസ് പ്രകാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 9 × 1 9, 20.5ലോട്ട് 9 കൂട്ടിയാൽ 29.5. അപ്പൊ മീഡിയനായി മധ്യമായി എത്രയാ? 29.5 ആണ്. ഈ കുട്ടികളുടെ മധ്യമ സ്കോർ അഥവാ മീഡിയൻ സ്കോർ എന്ന് പറയുന്നത് എത്രയാ? 29.5. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് കേട്ടോ. ആ സ്റ്റെപ്പുകൾ ഓരോ സബ് ഡിവിഷൻ ആക്കി തിരിച്ചു എന്നുള്ള ഒരൊറ്റ വ്യത്യാസമുള്ളൂ ഈ ടേബിളിൽ. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.